ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മിനിറ്റ്സ് കെ സ്മൈലി ബ്ലോഗ്. എല്ലാവരും സുഖമായിരിക്കുന്നു. ഇപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ പരിപാടിയൊക്കെ സൺഡേ കഴിഞ്ഞില്ലേ, ഇപ്പം മൺഡേ ട്യൂസ്ഡേ എല്ലാവരും ഓണത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാം മീൻസ് എല്ലാവരും ഫ്രീ ആയിട്ടുണ്ടാവും അല്ലേ. ഞാനെന്നറിയോ 6:30 ഇപ്പോൾ സമയം. എന്നാന്നറിയോ, നല്ല വെയിൽ വരുന്നു തുടങ്ങി. കണ്ടോ, നല്ല സൺലൈറ്റ് കാണിച്ചു തരാം കേട്ടോ. ഉണ്ടോ, ഇവിടെ നല്ല വെയിൽ വന്നു. എന്നാന്നറിയോ, ഞാൻ മൊബൈൽ എടുത്ത് നോക്കിയപ്പോഴാണേ മൊബൈൽ ചാർജില്ല. ഞാൻ ഓർത്തിൻ്റെ ദൈവമേ എവിടെ എൻ്റെ മൊബൈൽ പോയി എന്ന് ഓർത്ത്. രാത്രിയൊന്നും ഞാൻ ചാർജ് ഇട്ടില്ല, കാരണം ഭയങ്കര ക്ഷീണമായിട്ട് പെട്ടെന്ന് ഉറങ്ങിപ്പോയി. ഇപ്പം നോക്കിയപ്പോൾ ചാർജ് ഇടാൻ നോക്കിയപ്പോൾ ചാർജില്ല. ഞാൻ നേരെ ഇപ്പോൾ ഞാൻ വർക്കിംഗ് പ്ലേസിലേക്ക് പോവാം കേട്ടോ. അവിടെ എൻ്റെ ജോബിലിട്ടെന്ന് എനിക്ക് ജോബിലുണ്ടെന്ന് തോന്നുന്നു ചാർജ്. ഞാൻ ചാർജ് എടുത്തിട്ട് വരട്ടെ. ഒരു 10-15 മിനിറ്റ് നടന്നാൽ മതി. എൻ്റെ ഒരു കാര്യം നോക്കി, രാവിലെ എണീറ്റ് വല്ല അടുക്കളപ്പണിയും ചെയ്യാനുള്ളതിന് ചാർജ് എടുക്കാൻ പോകുന്നു. ഓക്കെ കേട്ടോ, മോൻ ജസ്റ്റ് കഴുകി ബ്രഷ് ചെയ്തേ ഉള്ളൂ. എല്ലാം ചാർജർ കൊണ്ടുവരണ്ടല്ലോ, ഞാൻ എവിടെയെങ്കിലും മിസ് ചെയ്തിടും. ഞാനിപ്പോൾ രണ്ടാമത്തെ ചാർജാണ് കൊണ്ട് ഇങ്ങനെ കളയുന്നത് കേട്ടോ. ആദ്യത്തെ ഒരു ചാർജ് ആരും എടുത്തിട്ട് പോയി. ഇത് രണ്ടാമത്തെ ചാർജാണ്. ഞാൻ അവിടെ ഉണ്ടാവോ ഇല്ലയോ, ഇല്ലെങ്കിൽ ഇന്ന് മൊബൈലിൻ്റെ ചാർജ് പോയി. ഇന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഒരു കണക്കിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സാധനങ്ങൾ ഇങ്ങനെ മറന്നു പോകുന്ന നല്ലതല്ലേ. കുറച്ച് വോക്കാകൂല്ലോ, ഏർലി മോർണിംഗ് ഒരു വർക്കൗട്ടും ആക്കുമല്ലോ. അവിടെ നിൽപ്പുണ്ടേ, അവൻ ഓടിപ്പോൾ വരും. അയ്യോ അയ്യോ, എൻ്റെ മൊബൈല് എൻ്റെ മൊബൈല് വാ. അയ്യോ അയ്യോ അയ്യോ, എന്ത് അയ്യോ എന്നപ്പാ, എൻ്റെ മൊബൈൽ പോയിത്തു. അയ്യോ, എന്നാടാ എന്നെ സന്തോഷം എന്നവന്. ടാറ്റ 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 ടാറ്റ. യാരാ നീ? ഇത് കണ്ടോ, ഞാൻ വരുന്ന വഴിക്ക് ആദ്യമായിട്ട് ഇവരെ കാണുന്നത് കേട്ടോ. ഈ പട്ടിക്കൂടെ കഴുത്തെ ബെൽറ്റ് ഉണ്ട്. ഇത് ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് വർത്തനം എല്ലാം പറഞ്ഞ് നക്കി. ഇതുണ്ട്, 2-3 പേരുണ്ട്. ഇതാരമ്മ നീ? ഇതെന്തോ പരിചയമുള്ള പോലെ എന്നെ ഇന്നൊരു കണ്ടോ. എനിക്കറിയില്ല ഇവർ ആരാന്ന്. എന്നെ എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടാവുമല്ലേ ഇവന് പരിചയമുള്ളവർ. അയ്യോ ഇന്ന എല്ലായിടത്തും മാതാടുത്തരാ. ആരതിന് കണ്ടവരങ്ങ് ഓടിപ്പോയേ. ഒരു ഫാമിലിയാണെന്ന് തോന്നുന്നു. ഈ അപ്പാർട്ട്മെൻറ്റിൽ എവിടെയോ ഉള്ളവരാണെന്ന് തോന്നുന്നു കേട്ടോ പട്ടിക്കുട്ടികൾ. അതുകൊണ്ട് തന്നെ ഓടി വന്നേ. ഇപ്പം എങ്ങോട്ടോ പോയി, ഇപ്പം വരും. ആ ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറിയിട്ടുണ്ടേ, ഇപ്പം കാണിച്ചു തരാവേ. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ചാർജൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ. ഒരൊറ്റ ഓട്ടം. ഇത്ര അങ്ങോട്ടേക്ക് ഒരു 20 മിനിറ്റ്സ്, ഇങ്ങോട്ടേക്ക് 20 മിനിറ്റ്സ്, 40 മിനിറ്റ്സ് ആയി. പോയി ചാർജൊക്കെ എടുത്തു. അപ്പോഴുണ്ടല്ലോ അവിടെ ഞാൻ ഇന്നലെ പിള്ളേർക്ക് കൊണ്ടുപോയ പായസത്തിൻ്റെയും പിന്നെ ഞാനിവിടെ വീട്ടിൽ വന്ന ഒരു കൊച്ചിൻ്റെ വീട്ടിലേക്ക് ഞാൻ ചോറും ഒക്കെ ഫുഡൊക്കെ കൊടുത്തിട്ടായിരുന്നേ. അതിൻ്റെ എല്ലാ പാത്രങ്ങളൊക്കെ ഇന്നലെ എടുക്കാൻ മറന്നുപോയി. ഇന്നലെ മറന്നല്ല, ഞാൻ ഇന്നലെ 8 മണിയായപ്പോഴത്തേക്കും എനിക്ക് അർജൻറ്റായിട്ടൊരു എമർജൻസി സ്ഥലം വരെ പോകണമായിരുന്നു. അപ്പോൾ പോയപ്പം ആ പാത്രങ്ങൾ എൻ്റെ അവിടെ വെച്ചിട്ടാണ് ഞാൻ വന്നേ. എൻ്റെ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് കേട്ടോ വന്നത്. ഇപ്പോൾ പോയി ഏതായാലും അതുകൊണ്ട് എടുക്കാൻ പറ്റി. പാത്രം ഞാൻ വാഷ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഒരു കാര്യം അറിയണോ നിങ്ങൾക്ക്, ഞാൻ ഭയങ്കര ബ്രില്യൻ്റാണ് കേട്ടോ. ഭയങ്കര ബ്രില്യൻറ്റും എനിക്ക് ഭയങ്കര ഓർമ്മശക്തിയാണ് കേട്ടോ. എന്തെന്നറിയോ, എൻ്റെ ചാർജറേ എൻ്റെ ഇവിടെ ബാഗിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പം മനസ്സിലായോ എനിക്കെത്ര ഓർമ്മശക്തിയും ഞാൻ എത്ര ബ്രില്യൻ്റാന്ന്. എന്തെന്നറിയോ, അതെന്നറിയോ, അത് ഒറിജിനൽ ചാർജാണ് കേട്ടോ എൻ്റെ മൊബൈലിൻ്റെ. ഇന്നാളൊരു ദിവസം എൻ്റെ ഹസ്ബൻഡിൻ്റെ മൊബൈലിൻ്റെ ചാർജർ ഒറിജിനൽ അതുപോലെ ഞാൻ മിസ് ചെയ്തു. അത് അവിടെ തന്നെയാണ് പോയത് കേട്ടോ. എല്ലാ സ്ഥലത്തും ഉണ്ടല്ലോ, മീൻസ് ഓരോരുത്തരിങ്ങനെ ഈ എന്താ പറയുക, ഇങ്ങനെ എടുക്കുന്നവർ. നമുക്കിപ്പം അവരുടെ അടുത്ത് പോയി എടുത്തോടുത്ത് ആളെ അറിയാമെങ്കിലും നമുക്കിപ്പം എടുത്തോടുത്ത് ചോദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ ചാർജർ പോയി. ഒരു ദിവസം എൻ്റെ മീൻസ് ബ്ലൂടൂത്ത് പോയിട്ട് ഒരു ദിവസം ഫുള്ള് ഞാൻ അന്വേഷിച്ചു. എനിക്ക് കരയാൻ വരെ വന്നു. ഞാൻ ആ ഹോസ്പിറ്റലിൽ എവിടെയൊക്കെ അന്വേഷിക്കണം, എവിടെയെല്ലാം അന്വേഷിച്ചു. എൻ്റെ ജോബിൽ നോക്കി, ഒന്നുമില്ല. പിറ്റേ ദിവസം ഞാൻ ചെന്നപ്പം എൻ്റെ ജോബിലിട്ടുണ്ട്.
അപ്പം ഞാൻ പറഞ്ഞാൽ ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ക്യാമറ നോക്കുന്നു, ക്യാമറയിൽ കാണാമല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും സംഭവം എൻ്റെ ജോബിലെത്തി. അതേപോലെ ഞാൻ വിചാരിച്ചു എൻ്റെ മൊബൈലിൽ എൻ്റെ ചാർജ് ആരും എടുത്തിട്ട് പോയെന്ന്. അപ്പം ഞാൻ ചാർജൊക്കെ എടുത്തിട്ട് വന്നു. ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ മൊബൈലുള്ളിൽ 2% ചാർജർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടോ ഇപ്പോൾ ചാർജർ ഇട്ട് വേണം നിങ്ങളോട് സംസാരിക്കാൻ. അപ്പോഴേ എൻ്റെ ബുദ്ധിയുടെ കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞു കേട്ടോ. ഇതുപോലെ ഭയങ്കര കുറച്ച് ഓർമ്മക്കുറവുണ്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക്. എന്നറിയോ, എവിടെ വെച്ചെന്നൊരു സാധനം ഞാൻ കുറേ പ്രാവശ്യം അന്വേഷിക്കും. പക്ഷേ ഉണ്ടല്ലോ, എനിക്കറിയാം ഉണ്ടെന്ന്, പക്ഷേ എവിടെയാണെന്ന് ഞാൻ തപ്പി പിടിച്ച് വരുമ്പോഴത്തേക്ക് ഒരു സമയമാകും. വീടൊക്കെ കുറച്ച് ക്ലീൻ ചെയ്തിട്ട് അടിച്ചെല്ലാം ക്ലീൻ ആക്കിയിട്ട് അന്നേരത്തേക്ക് എൻ്റെ മൊബൈൽ ചാർജ് ആകുമല്ലോ, ഫുൾ ചാർജ് ആകുമല്ലോ. അത് കഴിഞ്ഞ് വീഡിയോ എടുക്കാം. എൻ്റെ മൊബൈലിന് ചാർജൊക്കെ ആയി, കുറച്ച് ഏകദേശം ഒരു 40% ചാർജ് ആയി കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ വീടൊക്കെ ക്ലീൻ ചെയ്ത് കുറേ പാത്രം കഴുകുന്നുണ്ടായിരുന്നു, എല്ലാം കഴുകി. അപ്പം ഞാനുണ്ടാക്കുന്ന തോരൻ കാണിച്ചു തരാം കേട്ടോ. അതെന്ന് പറഞ്ഞാൽ എനിക്കുള്ളതെല്ലാം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്, അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. അവരിപ്പോൾ 2 ദിവസത്തെ കൂടുതൽ പിന്നെ അത് കഴിക്കില്ല. അപ്പം ഞാൻ ഇതെന്നറിയോ, കാറ്റ് വരുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്ലാക്കിന് ബ്ലറായിട്ട് വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, കർട്ടൻ ഇങ്ങനെ കറങ്ങുന്നതുകൊണ്ടാണേ. ചീര കാണിച്ചു തരാം കേട്ടോ. തോരന് ഈ ചീര നിങ്ങൾക്കറിയാലോ, ഇതിനെ സ്പിനാച്ചി ചീരേനോ സംതിങ് പറയുന്നത്. എനിക്കിതിൻ്റെ പേര് ശരിക്കും അറിയില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചീര, നമ്മൾ സാധാരണ ഇതിന് ചീര എന്നല്ല പറയുക. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത്. ഇത് മേന്തി ചീര. ഇത് ഇതിനാക്കും, പലാവിനാക്കും, ബിരിയാണിക്കൊക്കെ ആകും കേട്ടോ. ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക, ഇത് എന്നറിയോ, ഇങ്ങനെ ഒരു ഇലയിൽ ഇങ്ങനെ, നിങ്ങൾ ബാംഗ്ലൂർ വന്നവർക്കറിയാം. പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, കൊട്ട പോലെ ഇരിക്കും. അതിനകത്ത് ഇങ്ങനെ ഗ്രീൻ കളർ ബിരിയാണി അതിങ്ങനെ അവരിങ്ങനെ തരും. അതിനകത്ത് മെയിനായിട്ട് ഇടുന്ന ഇതാണ്. പിന്നെ ഇതറിയാലോ, സബ്ബഗി സപ്പു. ഇതിൻ്റെ പേര് ഫെനൽ സീഡിൻ്റെ ഇല എന്നാണ് പറയുന്നത് തോന്നുന്നു. കന്നഡയിൽ അങ്ങനെയാണ് പറയുന്നത്. ഇത് നിങ്ങൾക്കറിയാലോ, ഇതും ബിരിയാണിക്ക് ഇടുന്ന കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഇവരുണ്ടല്ലോ, ഈ മേന്തേ സപ്പും പാലക്കും ഒക്കെയാണ് ഈ ഞാൻ പറഞ്ഞ ബിരിയാണിയുടെ കൂടെ ഇവിടെ ഇടുന്നത്. ഞാൻ കുറേ വ്ളോഗർ കണ്ടിട്ടുണ്ട് ഇവിടെ വന്ന് കഴിക്കുന്നത്. നമ്മുടെ ആ ബിരിയാണി എനിക്ക് വന്ന് റിമി ടോമിയൊക്കെ ബാംഗ്ലൂർ വന്ന് കഴിച്ചിട്ടുണ്ട്. അതിനാണ് ദൊണ്ണ ബിരിയാണി എന്നാണ് പറയുന്നത്. അതിനകത്ത് അവർ ഇതൊക്കെ യൂസ് ചെയ്യും. അപ്പം ഞാൻ ചീര എല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് വരാം കേട്ടോ. ഞാൻ ചീര കുറച്ച് അരിഞ്ഞിട്ടുണ്ടേ, ഒത്തിരി ചെറുതാക്കി ഞാൻ അരിഞ്ഞിട്ടില്ല കേട്ടോ. വെള്ളത്തിൽ അരിഞ്ഞിരിക്കുന്നത് കാരണം ഇത് നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ട് വേവിച്ചിട്ട് ആ വെള്ളം മാറ്റി വെക്കും. മാറ്റി വെച്ചിട്ട് അത് നമ്മൾ കറിക്ക് ഉപയോഗിക്കും. നമ്മൾ സൂപ്പ് ഉണ്ടാക്കുന്ന പോലെ അതിനകത്ത് നമ്മൾ ഉള്ളിയും മുളകും എല്ലാം ഇടുന്ന പോലെ എല്ലാം ഉണ്ടാക്കിയിട്ട് അത് കറിയായിട്ട് ഉപയോഗിക്കും. കാരണം മെയിനായിട്ട് മുദ്ദയുടെ കൂടെ കഴിക്കാനാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇത് നമ്മൾ തോരനായിട്ട് ഉണ്ടാക്കും. അത് ഞാൻ കാണിച്ചു തരാം. ചീര എല്ലാം കൂടെ കൂടി ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, കുറച്ച് വലുതാക്കി അരിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറച്ച് വേകാനുള്ളതുകൊണ്ട്, വേകാനല്ല ഒരു 5 മിനിറ്റ് വെന്താൽ മതി. പക്ഷേ അതിൻ്റെ വെള്ളം വേണമല്ലോ, അതുകൊണ്ട് കുറച്ച് കാരണം വെന്ത് പോകുമ്പം ഭയങ്കര സോഫ്റ്റ് ആകത്തില്ലേ. അപ്പം ഞാനത് കുറച്ച് വേവിക്കാനിടട്ടെ. പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ഈ തോരൻ്റെ കൂടെ ഉണ്ടല്ലോ ഞാൻ കുറച്ച് പരിപ്പില്ല, സാധാരണ പരിപ്പ്, തുമരപ്പരിപ്പില്ലേ, യെല്ലോ മീൻസ് മഞ്ഞ കളറുള്ള പരിപ്പ്, അത് നമ്മൾ വേവിക്കും. 2 വിസിലേ കൊടുക്കുള്ളൂ കേട്ടോ, വെന്ത് പോകരുത്. അത് ഇതിൻ്റെ കൂടെ ഞാൻ തോരൻ്റെ കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ച് അതിൻ്റെ വെള്ളം ഉണ്ട് ഇതിനകത്ത്, അതിൻ്റെ കൂടെ ഒഴിക്കാം. ഇതുകൊണ്ട് ഞാൻ നികന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടേ. ആ പരിപ്പിൻ്റെ വെള്ളം കുറച്ച് പച്ചവെള്ളം കൂടെ. ഇനി ഒരു 5 മിനിറ്റ് വേകാറാകുമ്പോൾ നമുക്ക് ഉപ്പിടാം. ഇങ്ങനെ കറി വെക്കുമ്പോഴേ ഞാനും ഇങ്ങനെ ആദ്യമൊക്കെ ഞാനിങ്ങനെ വിചാരിക്കുവേ, ദൈവമേ ഇവരെന്താ ഈ വെള്ളത്തിലൂടെ മീൻസ് ഈ വെള്ളത്തിനകത്തേക്ക് ഈ ഇലയൊക്കെ ഇട്ട് ഇങ്ങനെ ചീരക്ക് ഇങ്ങനെ വെക്കുന്നത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളത്തിലാണല്ലോ എല്ലാം ഇരിക്കുന്നത്. മീൻസ് പ്രോട്ടീനും പിന്നെ ഇതൊക്കെ ഇരിക്കുന്നതിനകത്താണല്ലോ, പിന്നെ അയൺ കണ്ടൻറ്റും ഒക്കെ ഇരിക്കുന്നതിനകത്താണല്ലോ. ഇനി എന്ത് ചെയ്യും, അവരത് കളയുമോ എന്നൊക്കെ ഓർത്തു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. അത് വെന്ത് കഴിഞ്ഞ് അവർ തോരനാക്കിയിട്ട് അതിൻ്റെ ചാറ് അവർ കറിയാക്കിയിട്ട് ചോറും മുദ്ദയും ഒക്കെ കഴിക്കും. അപ്പം ഞാനും ആദ്യമൊക്കെ അങ്ങനെ വലിയ ഭയങ്കര ഇതായിപ്പോയി. എനിക്ക് ഭയങ്കര വിഷമിച്ചു, ഇവർ ഈ വെള്ളത്തിൽ വേവിക്കുന്നുണ്ടല്ലോ എന്ന്. പക്ഷെ ഇങ്ങനെയാണ് കേട്ടോ. പക്ഷെ ഇത് നല്ലതാണ്, ഞാനും അതൊക്കെ പഠിച്ചു. അപ്പം അതവിടെ നിന്ന് വേകട്ടെ കേട്ടോ. നമുക്ക് തോരൻ ഉണ്ടാക്കുന്നതിൻ്റെ എല്ലാം കാണിച്ചു തരാം. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അധികം വന്നിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റ്സ് തിളച്ചാൽ മതി. ഇനി നമ്മൾ ഇത് എന്താണെന്നറിയോ, ഇത് നമ്മൾ സ്ട്രെയിൻ ചെയ്തെടുക്കണം. എന്നറിയുമോ, ഇതിൻ്റെ വെള്ളവും ഈ മീൻസ് നമ്മുടെ ചീരയായിട്ട് മാറ്റണം കേട്ടോ. അപ്പം ഞാനത് സ്റ്റെയിൻ ചെയ്യട്ടെ. ഞാൻ സ്റ്റെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അതേ പാത്രത്തിൽ തന്നെ കേട്ടോ, ഞാൻ വാഷൊന്നും ചെയ്തിട്ടില്ല. തോരന് വെക്കുന്നത് എന്താണെന്നറിയോ, ഇത് കണ്ടോ, കുറച്ച് ഉള്ളിയും പിന്നെ മുളകും, ഗ്രീൻ ചില്ലി ഇടുന്നവർക്ക് ഗ്രീൻ ചില്ലി ഇടാം കേട്ടോ. പിന്നെ കുറച്ച് വെളുത്തുള്ളി നമുക്കറിയാലോ ആൻറ്റിബയോട്ടിക്കാണ്, ഇവരെല്ലാത്തിനും വെളുത്തുള്ളി ഉപയോഗിക്കുവേ. പിന്നെ ഇത്
കടലപ്പരിപ്പില്ല അത്, പിന്നെ കുറച്ച് തേങ്ങായും കൂടെ വേണം. ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, 2 സ്പൂൺ എണ്ണ മതി കേട്ടോ. അതേ പാത്രത്തിലാണ്, ഞാൻ കഴുകാനൊന്നും പോയിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഉള്ളി ഇടാം. ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. അവിടെ നിന്ന് സോഫ്റ്റ് ആട്ടോ കേട്ടോ. എന്താണെന്നറിയോ, ഇവരുടെയൊക്കെ ഞങ്ങളുടെ വീട്ടിലും ഒക്കെ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കന്നഡക്കാരെല്ലാം ഇങ്ങനെയാണ്. കാരണം അറിയാം, നമ്മളിപ്പം തോന്നുണ്ടാക്കി കഴിഞ്ഞ് പിന്നെ ഒരു സാമ്പാറിന് നമ്മൾ സാമ്പാർ ബീൻസ് വേണം, ക്യാരറ്റ് വേണം, പിന്നെ എന്തെല്ലാം വെജിറ്റബിൾ വേണം. അപ്പോൾ ഇവരെന്ത് ചെയ്ത് ഈസി പണിയാണ്. ഇവരെല്ലാവരും അങ്ങനെയാണ്. ഈ കറി ഉണ്ടാക്കും, അതിൻ്റെ ചാറ് വേസ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് നമ്മൾ കറി വെക്കും. സാമ്പാറാണല്ലോ അങ്ങനെ. ചിലർ എന്ത് ചെയ്യുന്നറിയാവോ, ഇതുപോലെ തന്നെ എല്ലാ വെജിറ്റബിളും ഇട്ട് വേവിച്ച് കഴിഞ്ഞിട്ട് അത് തോരനുണ്ടാക്കും. നല്ല രുചിയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. അത് കാണുമ്പോൾ ആദ്യമൊക്കെ എനിക്കും അങ്ങനെ ഭയങ്കര കഷ്ടമായിരുന്നു. ഒരു നാടോടുമ്പോൾ നടുവേ ഓടണമല്ലോ. അധികം സോഫ്റ്റ് ഒന്നും ആണ്ട കേട്ടോ. നമുക്ക് ഞാൻ സ്റ്റെയിൻ ചെയ്ത് വെച്ച ചീര ഇടാം കേട്ടോ. ഇതുകൊണ്ടോ ഭയങ്കര ചൂടാണേ. സിം കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളമൊക്കെ പറ്റണം കേട്ടോ. അതിൻ്റെ ഒരു 2 മിനിറ്റ്സ് കഴിയുമ്പോൾ വെള്ളം എല്ലാം പറ്റും. ഇതുണ്ടോ വെന്ത് വന്നു കഴിഞ്ഞപ്പോൾ വേവിച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചേ ഉള്ളൂ. പിന്നെ എനിക്ക് വേണ്ടല്ലോ, എനിക്ക് ഇരിപ്പുണ്ട്. ഇന്നലത്തെ നമ്മുടെ ഓണത്തിൻ്റെ എല്ലാ ബാലൻസ് ഇരിപ്പുണ്ട്. വെള്ളം പറ്റി വരട്ടെ കേട്ടോ. സമയം 10 മണിയായി, 10:15 തോന്നുന്നു. ഞാനും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മൊബൈൽ മറന്നു. ഞാൻ ഒരു കാര്യം മറന്നു. എന്തായിരുന്നു അത്? മൊബൈൽ മറന്നു എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അതുകൊണ്ട് എനിക്ക് കുറച്ച് ലേറ്റായിപ്പോയി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. മുദ്ദയുണ്ട്. മുദ്ദ എൻ്റെ ഡെയിലി ഫേവറേറ്റ് മുദ്ദയും മോരും രാത്രി വെച്ചത് ബാലൻസ് ഇരിപ്പുണ്ട്. കാരണം അത് അവർ ചോറുണ്ടല്ലോ, എൻ്റെ ഹസ്ബൻഡ് ചോറുണ്ടല്ലേ, നേരത്തെ കിടന്നുറങ്ങിയതുകൊണ്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കും. വേസ്റ്റ് ചെയ്യണ്ടല്ലോ, വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അത് നല്ല സാധനമല്ലേ. അപ്പം ഞാൻ മോരും മുളകും ഒക്കെ ഇട്ട് അതങ്ങ് കഴിക്കും. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് പരിപാടിയല്ലേ ഉള്ളൂ. വെള്ളം പറ്റാറായി. നല്ലപോലെ വെള്ളം പറ്റി കഴിഞ്ഞിട്ട് മാത്രമേ തേങ്ങ ഇടാവുള്ളൂ. ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് വെള്ളം പറ്റാറാകുമ്പോൾ ഉപ്പിടാവുള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ ഉപ്പ് പിടിക്കല്ലോ. കുറച്ച് വെള്ളം പറ്റി കാണിച്ചു തരാവേ. ഇത് കണ്ടോ, നല്ലപോലെ വെള്ളം പറ്റി നോക്കി. ഇതുണ്ടോ? അപ്പം നമുക്ക് കുറച്ച് ഉപ്പിടാം. കുറച്ചിടാളൂ കേട്ടോ. ഇലയിൽ കുറച്ചൊരു പിടിക്കും കേട്ടോ. നമ്മുടെ ചീരയിൽ പെട്ടെന്ന് ഉപ്പ് ഒന്നുകൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ വിചാരിക്കും ഭയങ്കരമായിട്ട് വെള്ളം പോലെയാണ്. ഒന്നുമില്ല. ഇതുണ്ടോ? ഇതാണ്. ഞാൻ മാറ്റി വെച്ച തേങ്ങ ഇടാം കേട്ടോ. തേങ്ങ കുറച്ച് മതിയേ. നിങ്ങളിവിടെ തേങ്ങ കുറച്ച് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കുറച്ചിട്ടേ. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇടാം കേട്ടോ. ഒരു 2 മിനിറ്റ്സ് ഉള്ളൊന്ന് വേകട്ടെ. ഇത് കണ്ടോ, ഞാൻ തേങ്ങയൊക്കെ ഇട്ട് എൻ്റെ ചീര റെഡിയായത് കണ്ടോ. ഞാനൊരു പാത്രം ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്യാവേ. ഒരു കാര്യം മറന്നു കേട്ടോ, ഞാൻ വേവിച്ച് വെച്ച് പരിപ്പിനകത്ത് ഇടാൻ മറന്നുപോയി. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നല്ലപോലെ ഇളക്കണം കേട്ടോ. അധികം വേഗരുതേ. ഇത് ഇച്ചിരി വെന്ത് പോയി കേട്ടോ. ഒരു വിസിൽ മതി. ആ പരിപ്പിൻ്റെ അകത്തെ വെള്ളമൊക്കെ ഒന്ന് പറ്റ കേട്ടോ. നമ്മൾ പരിപ്പിട്ട് കഴിയുമ്പോണ്ടല്ലോ ആ കയ്പൊന്നും ഉണ്ടാവില്ല. പിന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ 3 വിസിൽ കൊടുത്തു കേട്ടോ കുക്കറിൽ. അതുകൊണ്ട് കുറച്ച് വെന്ത് പോയി. നിങ്ങൾ 2 വിസിൽ മതി. 2 വിസിൽ കൊടുത്ത ഉടനെ നമ്മൾ ലിഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടിരിക്കും. അപ്പം നമുക്ക് കടിക്കാനും കുറച്ച് കിട്ടും. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം.
സ്റ്റവെല്ലാം ഓഫ് ചെയ്തു. എൻ്റെ തോരൻ കറിയായി. പിന്നെ എന്നറിയോ, ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ചീരകൾ കിട്ടുമല്ലോ. അപ്പം നമ്മൾ ഈ മെന്ത്യസപ്പൊക്കെ, മെന്ത്യ എന്നൊക്കെ പറയുന്ന അറിയാലോ, ഭയങ്കര ബാക്ക് പെയിൻ ഒക്കെ നല്ലതാണ്. ഇതിലെല്ലാത്തിനും നല്ലതാണ്. ഇവിടെ നമ്മൾ എല്ലാം, ഞങ്ങളുടെ ഇവിടെ എപ്പോഴും ഓൾമോസ്റ്റ് എന്തെങ്കിലും ഒരു ചീരക്കറി ഉണ്ടാവും. അപ്പം നിർബന്ധമാണ് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ചീരയൊക്കെ കഴിക്കണം കേട്ടോ. നമുക്ക് എനിക്കറിയാത്ത കുറേ ചീരകൾ അവരുടെ നാട്ടിൽ പോയാൽ കാണാം. ഈ പറമ്പിൽ കൂടെ ഒക്കെ അവർ ഏതാണ്ടൊക്കെ പറിച്ചിട്ട് വരും കേട്ടോ. അവിടുന്ന് കുറച്ച് ഇവിടുന്ന് കുറച്ച്. അത് വില്ലേജ് അല്ലേ. നമ്മളൊക്കെ ടൗണിൽ നിന്ന് പറയുമ്പോൾ ഓരോ സാധനത്തിനും ഓരോ വെജിറ്റബിൾ വാങ്ങാനും കടയിൽ പോകും. പക്ഷെ അവിടെ വില്ലേജിൽ എങ്ങനെയാണെന്ന് അറിയുമോ, അവർ ആ പറമ്പിലേക്ക് ഇറങ്ങി, അല്ലെങ്കിൽ അവരുടെ പറമ്പിൽ ഇല്ലെങ്കിൽ അടുത്ത വീട്ടിലെ പറമ്പിൽ പോയിട്ട് അവിടെ നിന്ന് അതും ഇതും ഒക്കെ പറിച്ചിട്ട് വന്നിട്ട് പെട്ടെന്നൊരു കറിയാക്കും. അതും ഈ കൂടുതലും ഇങ്ങനെ ഇലയുടെ കറികളൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് അവരൊക്കെ ഭയങ്കര സ്ലിം ആയിട്ടായിരിക്കും, നല്ല ഹെൽത്തി ഒക്കെ ആയിട്ട് ഒക്കെ എല്ലാവരും ഇരിക്കുന്നത്. അവർക്കാർക്കും വലിയ ഡയബറ്റിക്കോ അങ്ങനെയൊന്നും ഇല്ല. കാരണം പ്രോട്ടീൻ HB ഒന്നും അത്ര കുറവില്ല കേട്ടോ. കാരണം ഈ പ്രോട്ടീൻ ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ടേ. അപ്പം നമ്മളെല്ലാവരും പോയിട്ട് എല്ലാ ഇലകളും കഴിക്കണം കേട്ടോ. ഞാനും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെയൊക്കെ എല്ലാം വാങ്ങാറുണ്ട്. അപ്പം ഞാനേ ഇത് പാത്രത്തിൽ ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര ചൂടാ. ഞാൻ ഒരാൾക്കേ പിന്നെ തയ്യോളെന്ന് വിചാരിച്ച് ഞാൻ നോക്കിയപ്പോൾ ഉണ്ടോ നിറച്ചുകൊണ്ട്. കാരണം ഞാൻ ഈ പരിപ്പും കൂടി ഇട്ടിട്ട് ഇത് കണ്ടോ, ചൂട് പൊങ്ങുന്നുണ്ടല്ലേ. ഞാൻ തിന്ന് കാണിച്ചു തരാം. ഭയങ്കര ചൂടാ. ഉപ്പെല്ലാം കറക്റ്റാണ്, ഞാൻ നോക്കിയായിരുന്നു കേട്ടോ. ആഹാ, പരിപ്പിൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടാവും. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്. ഇതിൻ്റെ കൂടെ മുട്ട ഇടും കേട്ടോ. മുട്ട ഇട്ടിട്ട് ഇവിടെ ഉണ്ടാക്കും. മുട്ട ഇങ്ങനെ കൊത്തി വിട്ടിട്ട് തോരൻ ഉണ്ടാക്കും. ഞാനും ഉണ്ടാക്കും. നല്ല രുചിയാണ്. അപ്പം എൻ്റെ തോരൻ്റെ റെസിപ്പി ഇത്രേ ഉള്ളൂ. അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം സമയമില്ല. ഏകദേശം എനിക്ക് 10 റെഡി ആയിട്ട് പോകാറായി. അപ്പം ഞാൻ സമയമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ. സാരമില്ല, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു 10 മിനിറ്റ് പെട്ടെന്ന് കാണിച്ചിട്ട് പോകാമല്ലോ. ഇതാണ് ഞാൻ ഇലയില്ലേ, ഇല വെച്ചിട്ട് മീൻസ് ചീരയില്ലേ, ഇവിടെ ഇലയെന്ന് പറയുന്നതുകൊണ്ടാണോ സപ്പ് എന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത്. നമ്മുടെ ചീരയുടെ വെള്ളം മാറ്റി വെച്ചിട്ടില്ലായിരുന്നോ, അതിൻ്റെ കൂടെ നമ്മളിടുന്ന ഉള്ളിയും പത്തലമുളകും പിന്നെ കരിവേപ്പിലയും വെളുത്തുള്ളിയും ടൊമാറ്റോ, അത്രേ ഉള്ളൂ. വേറെ വെജിറ്റബിൾ ഒന്നും ഇല്ല കേട്ടോ. കാരണം ഓൾറെഡി ഇതിൻ്റെ വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ കടുക് പൊട്ടിക്കുന്നവർക്ക് കടുക് പൊട്ടിക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ മേലെ ലാസ്റ്റ് കുറച്ച് തേങ്ങ ഇടും. ഞാൻ കാണിച്ചു തരാം. പിന്നെ സാമ്പാർ പൗഡർ അവരുടെ വീട്ടിൽ നിന്ന്, എൻ്റെ വീട്ടിൽ ഉണ്ടാക്കിക്കൊണ്ട് വന്ന സാമ്പാർ പൗഡറാണ്. അവർ സാമ്പാർ പൗഡർ ഒന്നും കടയിൽ നിന്ന് വാങ്ങില്ല. എല്ലാം വീട്ടിലുണ്ടാക്കിയ സാമ്പാർ പൗഡറാണ്. അതും ഇടും കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണ ഒഴിക്കട്ടെ, കാണിച്ചു തരാം. പുട്ടാണി പാത്രമാണേ. ഞങ്ങൾക്ക് 2 പേർക്ക് പോരാ. അതുകൊണ്ട് ചെറിയൊരു കലം കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കുഞ്ഞു കലം വാങ്ങിച്ചത്. കടുക് വേണമെങ്കിൽ ഇടാം. ഞാൻ കുറച്ച് ഇട്ടേ. നല്ലപോലെ പൊട്ടുന്നുണ്ട് കടുക്. നമുക്കതിനകത്തേക്ക് ഉള്ളി ഇടാം കേട്ടോ. പിന്നെ പത്തലമുളക്, കരിവേപ്പില, വെളുത്തുള്ളി അവിടെ ഒരുമിച്ചിടാം. നമുക്ക് നിറച്ച് കൊടുക്കാം. ഇനി നമുക്ക് തക്കാളി ഇടാം കേട്ടോ. തക്കാളി നല്ലപോലെ സോഫ്റ്റ് ആവട്ടെ. തക്കാളി ഉള്ളിയൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ടേ. ഇത് കണ്ടോ, നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെ ചീരയുടെ വെള്ളം ഇല്ല, ഇതുണ്ട് ഗ്രീൻ കളറാണ്. ഇത് സൂപ്പായിട്ട് കുടിക്കാം കേട്ടോ. അങ്ങനെ കുടിക്കാം. ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. കണ്ടോ, ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് രസം ഉപയോഗിക്കുന്നവർക്ക് ഇതിനകത്ത് കുറച്ച് രസ പൗഡർ ഇട്ടാൽ രസവും ആയിട്ടുണ്ടേ. അപ്പം എൻ്റെ സാമ്പാർ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇത് കണ്ടോ, ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ. ഇനി നമുക്കിതിനകത്തേക്ക് സാമ്പാർ പൗഡർ ഇടാം കേട്ടോ. പൗഡർ എന്നു പറഞ്ഞാൽ ഇത് വീട്ടിൽ നിന്നുണ്ടാക്കിയ പൗഡർ. ഞാൻ ഒത്തിരി ഏതാണ്ടൊക്കെ ഇട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അത് 2 സ്പൂണ്. ഇതാണ് സാമ്പാർ പൗഡർ. രണ്ട് സ്പൂൺ ഇട്ടു. അധികം ഇടല്ലേ, ലൈറ്റായി ഇടാവുള്ളൂ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 5 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഉപ്പിടാം. ഓൾറെഡി നമ്മൾ ഉപ്പിട്ടല്ലേ പിന്നെ ചീര വേവിച്ചത്. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ.
അപ്പം ചീരയുടെ കൊണ്ടുണ്ടാക്കിയ സാമ്പാർ റെഡിയാണെന്ന് നോക്കാം കേട്ടോ. ഇതുണ്ട്, നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് കണ്ടോ. ഇതിനകത്ത് ചിലർ പുളി ഇടും കേട്ടോ, ഈ വാളംപുളി ഇല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാളംപുളി ഇടാം, ഇല്ലെങ്കിൽ അത് ഇടേണ്ട ആവശ്യം. നമുക്ക് ചൂട് ചോറ് ഓഫ് ചെയ്യാം കേട്ടോ സ്റ്റവ്. പച്ചരിയുടെ കൂടെ മീൻസ് കുത്തിരിയുടെ ചോറ് കൂടെ അല്ല കേട്ടോ. ഇത് കണ്ടോ, കാണുന്നുണ്ടോ? കണ്ടോ, നല്ല ചൂട്. ഇതെന്നറിയാം, വെള്ളച്ചോറില്ലേ, വെള്ളരിയുടെ കൂടെ ഇത് നല്ലപോലെ ചൂടോടെ കഴിക്കാൻ നല്ല രുചിയാണ്. നമ്മൾ രസം പോലെ തോന്നും, പക്ഷെ ഞാനകത്ത് സാമ്പാർ പൗഡർ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്കൊരു പപ്പടോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രുചിയായിരിക്കും കേട്ടോ. ഇതാണ് ഇന്നെൻ്റെ ഇവിടുത്തെ ഫുഡ്. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇന്ന് ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ബൈ, ടേക്ക് കെയർ. ഭയങ്കര ടയേർഡായി, ഇപ്പം നോക്കി ഫ്രഷപ്പായിട്ട് പോകാനുള്ളതാണ്. ഓക്കെ, ബൈ.